ഇവിടെ രാവിലെ തന്നെ ബൈക്ക് കൊടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കോളേജിൽ ഇപ്പോൾ ടൈമായി ഗൈസ്. നമുക്കപ്പോൾ നേരെ കോളേജിലോട്ട് പോവാം. കോളേജില്ല, ചുമ്മാ അവിടെ പാർട്ടിയൊക്കെ ഉണ്ട് ഗൈസ്. നേരെ അതിലോട്ടൊന്ന് പോവാം. ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും ഇടിച്ചിടുന്നില്ലെങ്കിൽ നമുക്ക് എത്താം ഗൈസ്. ഇടിക്കൊന്നുമില്ല, ഞാനൊരു പ്രോ ഡ്രൈവറാണ്. പിന്നെ ഗൈസ്, ഞാൻ ഇപ്പോൾ ഓട്ടിക്കുന്ന വണ്ടിയുടെ പേരറിയാമെങ്കിൽ ജസ്റ്റ് എന്താ കമൻറ്റ് ചെയ്യുക ഗൈസ്. എത്ര പേർക്ക് അറിയാൻ നമുക്കൊന്ന് നോക്കി നോക്കാം. അയ്യോ ഗൈസ്, ഇപ്പോൾ ആ വണ്ടി ചെന്ന് ഇടിച്ച് കയറിയാണ് ഗൈസ്. ചുമ്മാ മാറിയില്ല, വഴിയിൽ കയറി വയ്ക്കും ഗൈസ്. ഉമ്മാർ മാറില്ല ഗൈസ്. ഫോൺ അടിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ട് കയറ്റുന്നുണ്ടോ? അയ്യോ ഞങ്ങളുടെ വല്ല വീണ് ഗൈസ്. ബൈക്കിന് ആക്സിഡൻ്റായി. ഇവിടെ വീട് നടക്കാൻ പറ്റുന്നില്ല ഗൈസ്. കാലൊക്കെ ഭയങ്കര വേദനയാണ്. ഗൈസ്. കാലൊക്കെ നന്നായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ട്. ബൈക്കൊന്ന് ഒരു ട്രക്കിൽ ഇടിച്ചതാണ് ഗൈസ്. ആ ട്രക്കിൽ നിന്ന് തെറിച്ച് നേരെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലാണ് ഗൈസ് ഒന്ന് വീണത്. ബൈക്ക് ദേ ഇവിടെ ഇങ്ങനെ കുത്തനൊന്ന് സ്റ്റക്കായിരിക്കുകയാണ് ഗൈസ്. എനിക്കിവിടെ നിന്നിട്ട് നടക്കാനും പറ്റുന്നില്ല, എന്തോ പോലെയൊക്കെ ആവുന്നു ഗൈസ്. എനിക്ക് എന്തോ പോലെ തല കറങ്ങുന്നു. ഞാൻ പെട്രോൾ പമ്പിൻ്റെ അടുത്തൂടെയുള്ള ആ വഴി കൂടെ പോയപ്പോഴാണ് ഗൈസ് ഒരാളവിടെ ആക്സിഡൻ്റായി കിടക്കുന്നുണ്ട്. ഇത് പിന്നെ ആംബുലൻസ് ഹോസ്പിറ്റലിലോട്ട് ആരോ വിളിച്ചുകൊണ്ട് നമ്മൾ വന്നതാണ്. ഇത് സൈറൻ്റെ ലൈറ്റാണ് ഗൈസ്. ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാം. ബാക്കിൽ കിടപ്പുണ്ട് അയാൾ. എത്രയും പെട്ടെന്ന് പോകണം ഗൈസ്. എത്രയും പെട്ടെന്ന് പോയാൽ നമുക്ക് ഇയാളെ ജീവൻ മാക്സിമം കൂടുതൽ സമയം കൊണ്ട് രക്ഷിക്കാൻ പറ്റും. നല്ല സ്പീഡിൽ പോകും ഗൈസ്. ഓൾറെഡി നല്ല സ്പീഡുണ്ട്. ഇവിടെ വെച്ചാണ് എനിക്ക് ഇയാളെ കിട്ടിയത്. ഇതിലേ കൂടെ പോവേണ്ടതിന് എനിക്ക് വഴിയേറ്റ് ഞാൻ അങ്ങോട്ട് പോയി ഗൈസ്. വണ്ടി കൺട്രോളിലും കിട്ടുന്നില്ല ഗൈസ്. സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടി കയ്യിലും നിൽക്കുന്നില്ല. എന്നാലും നമുക്ക് പോയേ പറ്റൂ ഗൈസ്. ഇയാളെ ജീവൻ രക്ഷിക്കണം ഗൈസ്. എന്തായാലും നമുക്കിങ്ങനെ ഒരു അവസരം വന്നാൽ ഇവരൊക്കെ അല്ലേ ഗൈസ് കാണും. ഈ വണ്ടി ആക്സിഡൻ്റ് ആയി മിസ്സായില്ല. എത്ര ആക്സിഡൻ്റ് ആയാലും ഇയാളെ ഞാൻ ഇന്ന് രക്ഷിച്ചിട്ടേ എവിടെയും പോകുന്നുള്ളൂ. ഇയാളെ രക്ഷിക്കാതെ എനിക്കിത് പോകാനേ പറ്റത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം ഗൈസ്. മതിലതിനിടയ്ക്ക് ഫുള്ളും തട്ടലാണ് ഗൈസ്. ഇതുവഴി കയറാം. ഇത് ഷോർട്ട് കട്ടാണ്. ഇയാൾ എന്തൊക്കെ അവിടെ കിടന്ന് മിണ്ടുന്നുണ്ട് ഗൈസ് ബാക്കിൽ. ഇയാളെ പേര് അവിടെ അന്വേഷിച്ചപ്പോൾ ഫ്രാങ്ക്ലിൻ നിന്നാണ് അറിയാൻ പറ്റിയത്. ആ വണ്ടിയിൽ പേരുണ്ടായിരുന്നു ഗൈസ് ഫ്രണ്ടിൽ. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വേഗം പാർക്ക് ചെയ്തിട്ട് ഇയാളെ പെട്ടെന്ന് ഇറക്കാം ഗൈസ്. ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ ആൾക്കാർക്ക് അകത്തോട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ അവസ്ഥ നോക്കുക ഗൈസ്. ഇനി ഒരു വാക്യം ഉള്ളൂല. ഡോറ് പോയി, ഗ്ലാസ് പോയി. എന്തായാലും സാരില്ല, ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ, അതിന് വലിയ കാര്യം. എന്താ കരിഞ്ഞ മണം വരുന്നുണ്ട്. വണ്ടി കത്തി. അയ്യോ, ഒരാൾ ജീവൻ രക്ഷിക്കാൻ പോയി എൻ്റെ വണ്ടി കത്തി. പാട്ടുകാരില്ല, അയാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ വലിയ കാര്യം ഗൈസ്. അന്നത്തെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് നന്നായി നടക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഇപ്പോഴും കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട്. തൽക്കാലം നമ്മൾ വീട്ടിലോട്ട് പോകുന്ന ഗൈസ്. ഒരു ടാക്സിയാണ് വരുന്നത്. കഴിയുന്നത്രയും വേഗത്തിൽ ഓടിച്ചെന്നാൽ ടാക്സിയെ പിടിക്കാം. ഹലോ ടാക്സി തൊട്ടപ്പുറത്തൊരു നോക്കി തരുമോ? എനിക്ക് വയ്യ. കയറിക്കോ. മോൻ എന്താ പറ്റി?
ചേട്ടാ ബൈക്കിൽ പൊക്കൊണ്ടിരുന്നപ്പോൾ ട്രക്ക് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കയറി തൊട്ടടുത്ത് വെച്ച്. അപ്പോൾ ഇവിടെ ബ്രേക്ക് കിട്ടിയില്ല, ചെന്ന് ഇടിച്ചു കൊടുത്ത് ഞാൻ ബോധം കിട്ടുവേണ്ട ആംബുലൻസൊക്കെ കൊണ്ടുപോയി. അതാണ് മോനെ, ഒരു ആംബുലൻസ് അവിടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ കത്തിയതാണ്. അവൻ്റെ കത്തിയാ ഓടാ മോനെ, കത്തി കത്തി. ഇവിടെ എത്തിയാൽ മതി ചേട്ടാ, ഇവിടെ എത്തിയാൽ മതി. കേടാ മോനെ. 6 months later.